അപ്പോൾ ഞങ്ങൾ സ്കൂൾ നാഷൻ മാരത്തോണിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിൻ്റെ വീടിൻ്റെ അടുത്ത് മലിനജലം കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ് പറഞ്ഞാൽ. അപ്പം ഇത് ഈ ഒരു മലിനജലം കാരണം എന്താ പറയുക, കൈകളിലായാലും പിന്നെ കൊതുവിൻ്റെ ബുദ്ധിമുട്ടും പിന്നെ മലിനജലം പല ബുദ്ധിമുട്ടും നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് മനസ്സിലായത് കൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് മലിനജലം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓരോ ബുദ്ധിമുട്ട്? അവിടെ നല്ല വൃത്തിയായിട്ടൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്മെല്ലാകുമ്പോൾ ഇതാണ് ഇങ്ങനെ അവിടെ വെള്ളം ഇങ്ങനെ കെട്ടി കളിക്കുമല്ലോ പാത്രത്തിലൊക്കെ ആയിട്ട്. പിന്നെ അങ്ങനെ കൊതു വന്നിട്ട് കുറേ അലർജി കൂട്ടിട്ട് വരും. ചില അവിടെ ഇങ്ങനെ കുറേ ആളുകൾക്ക് ഇതേപോലെ അലർജി ഒക്കെ വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ആളുകൾക്ക് അലർജി ഉണ്ടോ? കൊതു ഇപ്പോൾ അവിടെ മലിന്യ ജലമായതുകൊണ്ട് തന്നെ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ഇഴജന്തുക്കളൊക്കെ അവിടെ വരുന്നുണ്ടോ? അവിടെ ഇങ്ങനെ പെരുമ്പാമ്പൊക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് ഉപദ്രവമാണ്. തീർച്ചയായും അതൊരു ഉപദ്രവമാണ്. ഒരു പ്രശ്നത്തിന് സംബന്ധിച്ചിട്ട് കോർപ്പറേഷൻ്റെ ആൾക്കാരൊക്കെ നിങ്ങളുടെ ഇതൊക്കെ വൃത്തിയാക്കാൻ വന്നു ഞാൻ കേട്ടു. ശരിക്കും എന്താണ് നടക്കുന്നത്? പക്ഷെ നമ്മളെ തോടിൻ്റെ ആ ഭാഗത്താണ് കയറി വരുന്നത്. പക്ഷെ അവിടെ ആ സൈഡ് മാത്രം പ്ലാസ്റ്റിക് മാത്രം വേറെ ഒന്നും ചെയ്തില്ല, ക്ലീൻ മാറ്റിയിട്ടില്ല. അപ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു ഉപയോഗമൊന്നും ആയില്ല? ഇല്ല. പ്രൊജക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ഒരു സഹായത്തിനാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ കേട്ടു, ആൾക്കാർ കുറേ വന്നിട്ട് നിങ്ങൾക്കൊന്നും അത്ര സഹായമായില്ല കേട്ടു. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഞങ്ങൾ ചെയ്യണോണ്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് ഇപ്പോൾ ചിലവരൊക്കെ വന്ന് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ഉപയോഗം ഇല്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഉപയോഗം. താങ്ക് യു.